തുടരെ വിവാദങ്ങളിലാണ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. ധനുഷിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചതോടെ കടുത്ത സൈബർ ആക്രമണം താരത്തിന് നേരെ നടക്കുന്നുണ്ട്. ഇതിനിടെ തമിഴ് മീഡിയകളിൽ താരത്തിനെതിരെ വാദങ്ങളും വരുന്നുണ്ട്. പ്രശ്നങ്ങളെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് നയൻതാര. നയൻതാരയ്ക്ക് ഇന്ന് പഴയ മാർക്കറ്റ് ഇല്ലെന്ന വാദം ഉയരുന്നുണ്ട്. അടുത്ത കാലത്തിറങ്ങിയ താരത്തിന്റെ ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതേസമയം നടിയുടെ നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. ശക്തമായ തിരിച്ചുവരവ് നയൻതാരയ്ക്ക് സാധ്യമാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നടിക്ക് ഇന്ന് മാർക്കറ്റില്ലെന്നും വാദിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റായ ബിസ്മി. പല സിനിമകളും മുടങ്ങിയിരിക്കുകയാണെന്നും ബിസ്മി പറയുന്നു. നയൻതാരയുടെ 7-8 സിനിമകൾ വരാനുണ്ട്. എന്നാൽ ഈ സിനിമകളിൽ പലതും പല കാരണങ്ങളാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാതെയും മുടങ്ങിക്കിടക്കുകയാണ്. നയൻതാര ഈ സിനിമയിൽ അഭിനയിക്കുന്നു, ആ സിനിമയിൽ അഭിനയിക്കുന്നു എന്നെല്ലാം വാർത്ത വരുന്നുണ്ട്. എന്നാൽ ആ സിനിമകളുടെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കണമെന്നും ബിസ്മി വാദിക്കുന്നു. ഒരു നടനും നടിക്കും മാർക്കറ്റുണ്ടെങ്കിൽ അവരുടെ സിനിമ ഒരു കാരണത്താലും മുടങ്ങുകയില്ല. നിർമ്മാതാക്കളുടെ കയ്യിൽ പണമില്ലെങ്കിൽ 10 ഫിനാൻസുകാർ പണം കൊടുക്കാനും തയ്യാറാകും. കാരണം മാർക്കറ്റുള്ള ആർട്ടിസ്റ്റാണ്. ഈ സിനിമ റിലീസ് ചെയ്താൽ നല്ല ബിസിനസ് നടക്കും. നമ്മൾ കൊടുത്ത പണത്തിന് കറക്റ്റായി പലിശ ലഭിക്കുമെന്ന് അവർക്കറിയാം. പടം ഓടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ മാർക്കറ്റുള്ള താരത്തിന്റെ സിനിമയ്ക്ക് ബിസിനസ് നടക്കുമെന്ന് അവർക്കറിയാമെന്നും ബിസ്മി പറയുന്നു. മാർക്കറ്റ് പോയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആരും പണം കൊടുക്കില്ല. നയൻതാരയുടെ സാഹചര്യവും ഇതാണ്. കഴിഞ്ഞ 10 വർഷമെടുത്താൽ നയൻതാര അഭിനയിച്ച സിനിമകളിൽ 1-2 മാത്രമാണ് കൊമേഴ്ഷ്യൽ വിജയം നേടിയത്. ബാക്കി എല്ലാ സിനിമകളും നിർമ്മാതാക്കളും നഷ്ടമുണ്ടാക്കിയ സിനിമകളാണ്. എന്നാൽ പല നിർമ്മാതാക്കളും നയൻതാരയെ വെച്ച് സിനിമ ചെയ്യുന്നതിൽ കാരണമുണ്ടെന്നും ബിസ്മി പറയുന്നു. ഒരു നായക നടനെ വെച്ച് സിനിമ ചെയ്യണമെങ്കിൽ 4-5 വർഷം കാത്തിരിക്കേണ്ടി വരും. കോടിക്കണക്കിന് രൂപയും അവർ ചോദിക്കും. ഹീറോയ്ക്ക് പകരം നയൻതാരയെ വെച്ച് സിനിമ ചെയ്ത് പെട്ടെന്ന് ലാഭമുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ നയൻതാരയും 5 കോടി, 10 കോടി, 15 കോടി എന്നിങ്ങനെ പ്രതിഫലം ഉയർത്താൻ തുടങ്ങി. നയൻതാരയുടെ പുതിയ സിനിമ തിയേറ്ററിൽ ബിസിനസ് ആകാതെ നേരിട്ട് OTTയിൽ എത്തുകയാണ്. നടിയുടെ മാർക്കറ്റ് ഇടിഞ്ഞതിന്റെ ഉദാഹരണമാണിതെന്നും ബിസ്മി വാദിക്കുന്നു. നേരത്തെ ബിസ്മി ഉൾപ്പെടെയുള്ള 3 ഫിലിം ജേർണലിസ്റ്റുകളെ നയൻതാര പരിഹസിച്ചിരുന്നു. ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നതെന്നും പറഞ്ഞ നടി കുരങ്ങന്മാരുമായി ഇവരെ ഉപമിക്കുകയും ചെയ്തു.